Welcome to Q-Learning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിലെ PSC എക്സാമിന് ചോദിച്ച കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ കാറ്റഗറി 521/2023. At which layer of the OSI model does IP addressing operate? OSI മോഡലിലെ ഏത് ലെയറിലാണ് IP addressing ഓപ്പറേറ്റ് ചെയ്യുന്നത്? Application layer, transport layer, network layer, data link layer. Answer, network layer. ഇതിനകത്ത് IP addressing, IP means internet protocol. ഇത് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് layer 3 of the OSI model. That means that is the network layer. And this network layer is responsible for logical addressing, routing, forwarding of data packet across different networks. IP addresses are used to identify source and destination devices at this layer. അപ്പോൾ OSI മോഡൽ IP അഡ്രസ്സിംഗ് വർക്ക് ചെയ്യുന്ന ഏത് ലെയർ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നെറ്റ്വർക്ക് ലെയർ എന്നാണ്. Question number 2. In the TCP IP model, which protocol is used to transfer web pages from servers to clients? Options: FTTP, HTTP, C. SMTP, D. SNMP. നമ്മളോട് ചോദ്യം ശ്രദ്ധിക്കണം, ഏത് പ്രോട്ടോകോൾ ആണ് യൂസ് ടു ട്രാൻസ്ഫർ വെബ് പേജസ് ഫ്രം ക്ലയൻറ്റ് ടു സെർവർ. വെബ് പേജസ് ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ ക്ലയൻറ്റിൽ നിന്നും സെർവറിൽ നിന്നും ക്ലയൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വെബ് പേജസ് ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ HTTP ആണ്. ഓക്കെ, അപ്പോൾ FTP എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫറിങ് ആണ്. HTTP പറയുമ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ TCP IP മോഡൽ to transfer web pages from clients to servers to clients, and it is the foundation of the data communication on the World Wide Web. Question number 3. Which of the following IEEE standard is associated with wireless LANs, that is Wi-Fi? 802.11, 802.5, 802.3, 802.4. Answer, 802.11. That means IEEE 802.11 is the set of standard associated with wireless local area network, and we commonly call it as Wi-Fi. Here, it defines the protocol for implementing wireless communication in various bands like 2.4 GHz, 5 GHz. നമ്മൾ ഇതിനകത്ത് IEEE സ്റ്റാൻഡേർഡ് വൈഫൈ എന്ന് ചോദിച്ച് വയർലെസ് ലാൻ എന്ന് ചോദിച്ചാൽ 802.11, എന്നാൽ ടോക്കൺ റിംഗ് നെറ്റ്വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 802.5 എന്ന് എഴുതണം. അതുപോലെ ഇഥർനെറ്റിന് റെഫർ ചെയ്യുന്ന IEEE സ്റ്റാൻഡേർഡ് ഏതാണ്? 802.3 ആണ്. ദാറ്റ് വി ആർ യൂസിങ് ഫോർ വയേർഡ് ലാൻ. 802. refers for token bus network. Next, question number 4. Which protocol is commonly used alongside of IP to provide error reporting and diagnostic messages? ഏത് പ്രോട്ടോകോൾ ആണ് നമ്മൾ IP to provide error reporting and diagnostic messagesന് വേണ്ടി യൂസ് ചെയ്യുന്നത്? DNS, ARP, UDP, ICMP. Answer, ICMP. Here, ICMP, the full form പരീക്ഷകളിൽ പലതവണ കണ്ടിട്ടുണ്ട്. ICMP means Internet Control Message Protocol, and it is commonly used alongside IP to provide error reporting and diagnostic messages. നമ്മളുടെ എറേഴ്സിനെ റിപ്പോർട്ട് ചെയ്യാനും മെസ്സേജസിനെ ഡയഗ്നോസ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? ICMP ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിപ്പോർട്ടിംഗ് നെറ്റ്വർക്ക് എറേഴ്സ്. ദാറ്റ് മീൻസ് ഇഫ് അൺറീച്ചബിൾ ഹോസ്റ്റുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക്, അവിടെ നിന്നെല്ലാം നമുക്ക് എറേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ICMPയുടെ സഹായത്തോടെയാണ്. ഡയഗ്നോസ്റ്റിക് മീൻസ് ഡയഗ്നോസ്റ്റിക്കിൽ ലൈക്ക് സം ടൂൾസ് ഉണ്ട്, നമ്മളുടെ പിങ്, അതുപോലെ ട്രേസ് റൂട്ട്, ഇതെല്ലാം റിലേ ഓൺ ICMP. ആൻഡ് ICMP ഓപ്പറേറ്റ്സ് ഓൺ വിച്ച് ലെയർ 3? നമ്മളുടെ ലെയർ 3യുമായി റിലേറ്റഡ് ആയിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എപ്പോഴും PSCക്ക് കുറച്ച് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ലെയർ 3, നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മളുടെ DNSഉം ARPയും UDP, നമ്മുടെ ഓപ്ഷനകത്ത് കിടക്കുന്ന DNS, ARP, UDP ഇതിൻ്റെ ഫുൾ ഫോം, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? ഇതും ARP ഒക്കെ പലതവണ നമ്മൾ PSCക്ക് ഒരു ഫോക്കസിങ് ഏരിയ ആണ്. DNSന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം, ഡൊമൈൻ നെയിം സിസ്റ്റം, ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു റിസോൾവ് ഡൊമൈൻ നെയിംസ് ഇൻ ടു IP അഡ്രസ്സ്. ഡൊമൈൻ നെയിമിനെ IP അഡ്രസ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് DNS.
ARP means Address Resolution Protocol. Here it maps IP addresses to corresponding MAC addresses within the local area network. Within the local network. UDP means User Datagram Protocol, a transport layer protocol used for connectionless communication, and it does not handle error reporting or diagnostics. UDP usually നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കണക്ഷൻലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മളുടെ എറർ റിപ്പോർട്ടിംഗ് ഒന്നും അല്ലെങ്കിൽ അതിനെ ഡയഗ്നോസ് ചെയ്യാനോ ഒന്നും തന്നെ UDP ഇല്ല. ഇറ്റ് ഈസ് അൺറിലയബിൾ. ഓക്കെ. Question number 5. What is the primary purpose of UDP in the transport layer? Network routing and addressing, fast connectionless data transfer without reliability guarantees, reliable data delivery with error correction, connection-oriented data transfer. ചോദ്യം ശ്രദ്ധിക്കുക. What is the primary purpose of UDP in the transport layer? Answer. It is a fast connectionless data transfer without reliability guarantees. എപ്പോഴും UDP എന്ന് പറയുന്നത് ഒരു കണക്ഷൻലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് ആൻഡ് വിത്ത് മിനിമം ഓവർഹെഡ്. ഈ കണക്ഷൻലെസ് ആയതുകൊണ്ട് തന്നെ സ്പീഡ് കൂടുതലാണ്, ബട്ട് റിലയബിലിറ്റി കുറവാണ്. അപ്പോൾ നമ്മളിത് എവിടേക്ക് ഉപയോഗിക്കുക? നമ്മൾക്ക് സ്പീഡ് വേണ്ടടുത്ത്, ദാറ്റ് ഈസ് സ്ട്രീമിംഗ് മീഡിയ, ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ, ഈ ഒരു ഏരിയയിലും ഓൺലൈൻ ഗെയിമിംഗ്, ഇവിടെയെല്ലാമാണ് നമ്മൾ UDP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 6. IDEA International Data Encryption Algorithm operates using which key size? ഇത് വളരെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു ബിറ്റ്സിൻ്റെ ടൈപ്പ്. അപ്പോൾ IDEA ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ കീ സൈസ് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 128 ബിറ്റ്സ്, 64 ബിറ്റ്സ്, 160 ബിറ്റ്സ്, 56 ബിറ്റ്സ്. ആൻസർ 128 ബിറ്റ്സ്. IDEA is always operate using 128 bit key size, and it is a symmetric encryption algorithm and designed for secure data encryption and decryption. IDEA was developed to provide high security with efficient performance and is often used in applications such as PGP, pretty good privacy. അതേപോലെ നമ്മളിപ്പോൾ 128 ബിറ്റ് IDEA ആണെന്ന് പറഞ്ഞു. അതേപോലെ 64 ബിറ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ആക്ച്വലി മോഡേൺ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡിൽ ഉപയോഗിക്കുന്നു എന്നല്ലാതെ അല്ല, അതിനകത്തേക്ക് വരുമ്പോൾ ഇത് ഒട്ടും തന്നെ നമുക്കത് ആപ്ലിക്കബിൾ അല്ല. ഈ 64 ബിറ്റ് എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡിനകത്തേക്ക് വരുമ്പോൾ ഒത്തിരി ചെറിയൊരു ബിറ്റായി പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ IDEAയിലൊന്നും ഉപയോഗിക്കുന്നില്ല. 160 ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എവിടെയെന്ന് വെച്ചാൽ ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫങ്ഷൻസ് ലൈക്ക് SHA-1 അതിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ബട്ട് നോട്ട് ഇൻ IDEA. And 56 bits, this area is very important. This bit is very important because the key size of DES, Data Encryption Standard, അതിനകത്ത് നമ്മൾ ഈ 56 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. But it is not used in IDEA. Which attack method involves injecting malicious code into trusted website to target users accessing those sites? ഏത് മെത്തേഡാണ് നമ്മൾ മെലീഷ്യസ് കോഡ് നമ്മുടെ ട്രസ്റ്റഡ് വെബ്സൈറ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇഞ്ചക്ഷൻ എന്ന് കാണുമ്പോൾ തന്നെ SQL ഇഞ്ചക്ഷൻ എടുത്ത് എഴുതരുത്. ആൻസർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. വിച്ച് അറ്റാക്ക് മെത്തേഡ് ഇൻവോൾവ്സ് ഇഞ്ചെക്ടിങ് മെലീഷ്യസ് കോഡ് ഇൻ ടു ട്രസ്റ്റഡ് വെബ്സൈറ്റ് ടു ടാർഗറ്റ് യൂസേഴ്സ് ആക്സസിങ് ദോസ് സൈറ്റ്സ്? SQL ഇഞ്ചക്ഷൻ. ഓപ്ഷൻ ബി ഫിഷിംഗ്, C man in the middle, D cross site scripting. ആൻസർ ഈസ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്. ഇവിടെ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ആണ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി വൾനറബിലിറ്റി വെർ ആൻ അറ്റാക്കർ ഇൻജെക്ട് മലീഷ്യസ് സ്ക്രിപ്റ്റ് ഇൻ ടു ട്രസ്റ്റഡ് വെബ്സൈറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഇതാവുന്നത്? യൂസർ ക്യാൻ ആക്സസ് ദി കോംപ്രമൈസ്ഡ് പേജ്. വെൻ യൂസേഴ്സ് ക്യാൻ ആക്സസ് ദ കോംപ്രമൈസ്ഡ് പേജ്, ദ മലീഷ്യസ് സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദെയർ ബ്രൗസർ and potentially stealing sensitive information such as cookies or session tokens or redirecting users to malicious websites. ഈ ഒരു രീതിയിൽ വരുന്നൊരു അറ്റാക്കാണ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ SQL ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ അത് ടാർഗറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡേറ്റാബേസിലാണത് ഈ പറയുന്ന മലീഷ്യസ് ആയിട്ടുള്ള SQL ക്വരീസിനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്, not user accessing website. Okay, that is the difference between cross-site scripting and SQL injection. Phishing involves
tricking users into providing sensitive information through fake emails or websites, but does not involve code injection into trusted website. Next, C, man in the middle. It involves intercepting communication between two parties to steal or modify data, but is unrelated to injecting malicious code into websites. Next question. Which of the following is a valid IPv4 address? Option A, 192.168.1.100. Option B, 192.256.1.1. Option C, 10.500.5.25. Option D, 172.16.300.45. Answer is 192.168.1.100. Here, an IPv4 address consists of 4 octets and it is separated by a periods, and each octet must be in the range of 0 to 255. എപ്പോഴും ഈ ഓരോ ഒക്ടറ്റും ഇതിനകത്ത് 32 ബിറ്റാണ് IPv4 അഡ്രസ്സ് എന്ന് പറയുന്നത്. അതിൽ 4 ഒക്ടറ്റ്സ് വരുന്നുണ്ട്. ഓരോ ഒക്ടറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 255 ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു IPv4 അഡ്രസ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 192.168.1.100. ഓൾ റേഞ്ചസ് ആർ വിതിൻ 0 to 255. അതുകൊണ്ടാണ് അതാണ് ആൻസർ വരുന്നത്. ബാക്കിയെല്ലാം 255 റേഞ്ചിലും വരുന്നതല്ല. സെക്കൻഡ് ഓപ്ഷനിൽ 256 വരുന്നുണ്ട്, ബിയിൽ 192.256 വരുന്നുണ്ട്, സോ ദാറ്റ് ഈസ് റോങ്. സിയിൽ 10.500 വരുന്നുണ്ട്, ദാറ്റ് ഈസ് ആൾസോ റോങ്. ആൻഡ് ഡി 172.16.300, that is also wrong. So answer is option A. Question number 9. Which physical medium uses time division multiplexing to reduce signal degradation in long distance communication? Option A, twisted pair cable. B, coaxial cable. C, fiber optic cable. D, all of these. Exact answer എന്തായിരുന്നു? Time division multiplexing to reduce signal degradation in long distance communication is fiber optic cable. എപ്പോഴും ഓർക്കുക, coaxial cable എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? That will reduce the interference. But at long distance communication it is not good. കാരണം ഉപയോഗിക്കുന്നുണ്ട്, ആറ്റുനേഷൻസ് വരും ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ. അതിന് നമ്മൾ എന്തെങ്കിലും റിപ്പീറ്റേഴ്സ് അഥവാ ആംപ്ലിഫയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ലോങ് ഡിസ്റ്റൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആൻഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ഓൾവേസ് യൂസ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻസ്. നമ്മൾ ലാൻ പോലെയുള്ള ചെറിയ നെറ്റ്വർക്കിനാണ് നമ്മൾ ട്വിസ്റ്റഡ് പെയർസ് കേബിൾസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. Which of the following is correctly describes the role of back-off algorithm in medium access control? First, it prioritizes stations based on their IP addresses. It guarantees that only one station transmits at a time. It allows stations to retransmit after a random delay following a collision. It ensures that a station always transmits at a fixed interval. Question: what is the role of back-off algorithm in medium access control എന്നുള്ളതാണ് ചോദ്യം. So answer is it allows stations to retransmit after a random delay after a collision. എപ്പോഴും back-off algorithm എന്ന് പറയുന്നത് plays a critical role in medium access control. അതായത് നമ്മളുടെ ഇതർനെറ്റ് പോലുള്ള നെറ്റ്വർക്കിൽ CSMA bar CDMA, CSMA bar CD or CSMA bar CA, that is carrier sense multiple access with collision detection or carrier sense multiple access with collision avoid. ഇതിനകത്ത് ഒരു ഷെയർഡ് മീഡിയത്തിനകത്ത് മൾട്ടിപ്പിൾ സ്റ്റേഷൻസ് ഒരേ സമയം ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? കൊല്യൂഷൻസ് വരുന്നത്. അപ്പോൾ ബാക്ക് ഓഫ് അൽഗോരിതം എന്താ ചെയ്യുക? ഒരു കൊല്യൂഷനെ ഡിറ്റക്ട് ചെയ്തു അല്ലെങ്കിൽ സസ്പെക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഓരോ സ്റ്റേഷൻ എന്ത് ചെയ്യും? അതായത് ആ ഒരു കൊല്യൂഷൻ ട്രാൻസ്മിഷൻ ഒഴിവാക്കും. എപ്പോഴാണോ ഒരു സ്റ്റേഷനകത്ത് ഒരു കൊല്യൂഷൻ ഡിറ്റക്ട് ചെയ്യുന്നത് അന്നേരം ട്രാൻസ്മിഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് അത് വെയിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് ബാക്ക് ഓഫ് അൽഗോരിതം ചെയ്യുന്നത്. അതായത് കുറച്ച് നേരം ഒരു റാൻഡം എമൗണ്ട് ഓഫ് ടൈം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അതെന്ത് റീട്രാൻസ്മിറ്റ് ചെയ്യും, ആ ഡേറ്റിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു കൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓവർകം ചെയ്യുന്നത്. ബാക്ക് ഓഫ് അൽഗോരിതം അതിനെ സഹായിക്കുന്നു. Question number 11. In Kerberos,
Which type of cryptographic key is shared between client and authentication server? In Kerberos, which type of cryptographic key is shared between the client and authentication server? Option A symmetric key derived from the client's password. Option B, public key generated by client. Option C, a session key provided by key distribution center. D, private key stored on client's device. Answer, asymmetric key derived from client's password. In Kerberos authentication protocol, the cryptographic key shared between the client and the authentication server is a symmetric key derived from the client password. Key derivation. The client password is not sent over the network. ഇവിടെ instead a cryptographic hash of the password is used to derive a symmetric key. And this symmetric key is securely stored on both client and authentication server. അപ്പോൾ നമ്മളിവിടെ authentication process എന്ന് പറഞ്ഞു വെച്ചാൽ ക്ലയൻറ്റ് ആദ്യം തന്നെ authenticationന് വേണ്ടിയിട്ട് ഒരു authentication server uses the stored key. അത് വെച്ചിട്ട് എന്ത് ചെയ്തു to encrypt the TGT. നമ്മളുടെ ഒരു ടിക്കറ്റ് ഗ്രാൻഡിങ് ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ടിക്കറ്റ് ഉണ്ട്. അതിന് അത് സെഷൻ കീനെയും വെച്ച് നമ്മൾ എന്ത് ചെയ്യും, സെഷൻ കീനെയും നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ക്ലയൻറ്റ് ക്യാൻ ഡിക്രിപ്റ്റ് ദ TGT ആൻഡ് സെഷൻ കീ യൂസിങ് ഇറ്റ്സ് ഓൺ ഡിറൈവ്ഡ് കീ. അങ്ങനെയാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, ഓതന്റിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, why we are using the symmetric key means in symmetric encryption is used in Kerberos because it is computationally efficient and support to the secure exchange of session keys. What is the purpose of bind function in socket programming? Last question ആണ്. To close a socket connection, to associate a socket with a local address and port, to send data to a socket, to listen for incoming connections. Answer, to associate a socket with a local address and port. ഇവിടെ ബൈൻഡ് എന്നുള്ള ഫംഗ്ഷൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ഒരു ടു അസോസിയേറ്റ് എ സോക്കറ്റ് വിത്ത് എ ലോക്കൽ അഡ്രസ്, സ്പെസിഫിക് ലോക്കൽ അഡ്രസ്, ദാറ്റ് ഈസ് എൻ IP അഡ്രസ് ആൻഡ് എ പോർട്ട് നമ്പർ. അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, IP അഡ്രസ്സിനെയും പോർട്ട് നമ്പറിനെയും. അത് ദിസ് ഈസ് എസെൻഷ്യൽ സ്റ്റെപ്പ് ഇൻ ദ സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഇറ്റ് ടെൽസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിച്ച് IP address and port the server should use to listen for incoming connection or send or receive data. So that's about the questions. Thank you.